വെൽക്കം ബാക്ക് ടു വണ്ടറിംഗ് വൈബ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കരുനാഗപ്പള്ളി നമ്മളെ റേനമാമിൻ്റെ വീട്ടിലാണ്. പോയിട്ടില്ല, ഇന്നാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. കല്യാണത്തിന് വന്നായിരുന്നു. കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അടിപൊളിയായി. ഇന്ന് ഇൻഷാ അല്ലാഹ് ഞങ്ങളൊരു ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചുകൊണ്ട് തിരിച്ചു പോകും. അപ്പോൾ നമ്മളെ കല്യാണ വീഡിയോസും കാര്യങ്ങളും കാണാത്തതിലൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. കാരണം എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പെണ്ണിന് പുടവ് കൊടുക്കൽ, പിന്നെ റേനമാമിൻ്റെ വീട് പരിസരം ഹോം ടൂറൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസൊക്കെ ഒന്ന് കാണിട്ടോ. അപ്പോൾ നമ്മൾ റേനമാമിൻ്റെ ഇവിടെ കല്യാണം എന്ന് പറയുന്നത് ആരുടെ വെച്ച് കഴിഞ്ഞാൽ അക്കിമാമാൻ്റെ, അതായത് റേനമാമിൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്മളെ മാമാൻ്റെ ബ്രദറെ മോൻ്റെ കല്യാണമായിരുന്നു. അതിനാണ് നമ്മൾ വന്നത്. നമ്മളപ്പം സൗദിയിലുണ്ട്, ആ ചെറുക്കനൊക്കെ എല്ലാവരും ഒരുമിച്ചായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ പാടത്തെ രീതിയിൽ റേനമാമിൻ്റെ നാട്ടിൽ വന്നിട്ട് കാണാമെന്ന രീതിയിൽ കല്യാണത്തിന് വന്നതാണ്. ഇപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് ഇപ്പോൾ ചായ കുടിച്ചാൽ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ചായ കുടിച്ച് ഉച്ചക്കത്തെ ഫുഡും കഴിച്ചിട്ട് വേണം ഇവിടുന്ന് മലപ്പുറത്തേക്ക് പോകാൻ. ഷെബോ ആദ്യമോനെ അവിടെ റെഡി ആക്കുന്നുണ്ട്. അതും എല്ലാവരും എണീറ്റിട്ടുണ്ട് കേട്ടോ. മാമി അതൊക്കെ മാമീൻ്റെ കിച്ചണിൻ്റെ അവിടെ ഇരിക്കുന്നത്. ഈ കിച്ചൺ മാമിയുടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒക്കെ അവിടെ കൊടുന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടിനി ഉണ്ട്, കടലക്കറി ഉണ്ട്, അപ്പം ഇങ്ങനെ ചുടണമുണ്ട് അവിടെ. ഇപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യാട്ടോ അത് കഴിക്കാൻ. ഇതെന്ന് പറഞ്ഞാൽ കണ്ടോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഇവിടെ ആയിട്ടാണ് ഇരിക്കാനുണ്ടോ, നിങ്ങൾ പുറത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് മാമീൻ്റെയും കിച്ചണ്, ഇതിൻ്റെ ഉള്ളിലും കിച്ചൺ ഉണ്ട്. ഞാൻ ഹോം ടൂറിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇല്ല മിട്ടും അമ്മൊക്കെ എണീറ്റാണ് വന്നിട്ടുള്ളൂ. ഇത് കാരണം ഫുഡ് കഴിച്ച് ഇവിടെ ഇരിക്കാൻ പ്രത്യേകം വേറൊരു രസം തന്നെയായിട്ട്. ഈ പുറത്ത് ഒരു ഫാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് കഴിക്കട്ടെ കേട്ടോ, എല്ലാവരും വരട്ടെ. ഇവിടെ പാക്കിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിട്ടോ. വന്നപ്പോൾ ലോഡ് സാധനങ്ങൾ കൊടുന്നേനി ഒക്കെ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പോയില്ലടിഞ്ഞു. ഫുഡും കഴിച്ചിട്ട് ഇറങ്ങാൻ നമുക്ക് എപ്പോൾ എത്താനാണ്. ഒക്കെ സെറ്റാക്കിയതാ പോവാണിഞ്ഞു. ഏതാ വണ്ടി? ചുമപ്പല്ലേ, വേറെ കളർ ഫ്രണ്ടൊക്കെ. ടെസ്റ്റ് ഡ്രൈവ് വന്നാട്ടോ ഈ വണ്ടി. അതായത് അക്കിമാമാക്ക് വണ്ടി എടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പം അതിന് ടെസ്റ്റ് ഡ്രൈവ് വന്നാണ്. നമുക്ക് കുറച്ചപ്പോൾ വണ്ടി രക്ഷയില്ല. ലെക്സസ് ഓൺ റോഡ് എത്ര ആണോടാ വണ്ടി? 1.25 ഏകദേശം 1,25,00,000. 1,25,00,000 കേട്ടോ വണ്ടിക്ക്. ഇഷ്ടമായോ? അത് കയറിക്കോടാ, അത് കയറിക്കോട്ടെ, ഒന്ന് കയറിക്കോട്ടെ. ആ കയറിയിരുന്നോ? പപ്പൻ്റെ പോന് വലുതായിട്ട് പപ്പക്ക് വാങ്ങിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ വണ്ടി മതിയോ? എന്നാ വലുതായിട്ട് പപ്പക്ക് മേടിച്ചു തരുന്നുണ്ട് കേട്ടോ. മതി, പപ്പ വാങ്ങിച്ചു തരുന്നുണ്ട്, വലുതായിട്ട് വാങ്ങിച്ചു. കുഞ്ഞാ എവിടെ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചാൽ വേണ്ടി പോയി അടിച്ചു വാ. മാമ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി പോകുന്നുണ്ട്. എനിക്ക് വണ്ടി വേണോ? വാങ്ങിച്ചു തരാം കേട്ടോ പാപ്പ. അപ്പൊ ദാ എല്ലാവരും മാറ്റി ഇറങ്ങി. ഞങ്ങളിഞ്ഞ് പോവാണ് കേട്ടോ. ഞങ്ങൾ വിരുന്നിന് പോവാണ്. അതായത് വിരുന്ന് കൊടുക്കാൻ വേണ്ടി പോവാണ്. ചെക്കനും പെണ്ണും ഉണ്ട്. എല്ലാവർക്കും വിരുന്ന, ചെക്കനും ഫാമിലി എല്ലാവരും ഉണ്ട്. ആ വിരുന്ന് കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ നേരെ എവിടെ പോകുമ്പോൾ എവിടെ പോവും? മലപ്പുറം. പെരിന്തൽമണ്ണ മലപ്പുറം പോകും കേട്ടോ. അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ഫോട്ടോഷൂട്ടാണ്. ഇവിടെ മാമി വന്നു കഴിഞ്ഞാൽ മാമീൻ്റെ ക്യാമറമാനാണ് ഞാൻ ക്യാമറമാൻ ആക്കും. പിന്നെ റേനമാമീൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തുനിന്ന് പോകണം. അക്കിമാമാൻ്റെ ഉമ്മാൻ്റെ അടുത്തുനിന്ന് പോകണം. അത് കഴിഞ്ഞ് നമ്മളെ അൻസാർ മാമാൻ്റെ അടുത്ത് നിന്ന് പോകണം. നമ്മളെ ഗൾഫിൽ നമ്മളൊരു ഫാമിലി ഉണ്ട്, അവരുടെ അടുത്തൊക്കെ പോകണം. കാരണം നമ്മളിവിടെ വന്നിട്ട് ആരും കണ്ടിട്ടില്ല, കാരണം ഫുള്ള് കല്യാണ തിരക്കേനും. അപ്പം ഇനി പോകുമ്പോൾ ഇവിടുത്തെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ കയറിയിട്ട് വേണം പോകാൻ. നമ്മൾ ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത്. നമുക്ക് അവിടെ ഫുഡും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നല്ല ഫുള്ള് ഫിഷിൻ്റെ ഐറ്റമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതൊരു സെലിബ്രിറ്റിയുടെ ഫോട്ടോ അവിടെ ഒട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കാണിച്ചിട്ടുണ്ട്. കണ്ണൻ എവിടെയിനി? അപ്പൊ അതാ നമ്മള് ഹോട്ടലിൽ എത്തിട്ടോ. ഇതെന്തൊക്കെ ഇത്ര ഉള്ളിലേ, ഭയങ്കര ഉള്ളേരിയ കേട്ടോ. ഒരു ഹോട്ടലിന്റെ ഏരിയ ഒന്നും അല്ലല്ലോ, ഇതൊരു വീടാണിത്. യെസ്, കാർത്തിക ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇവിടെയാണ് നമ്മൾ ചെക്കനും പെണ്ണിനും ഇന്ന് ട്രീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. രുചി തേടി വരിക കാർത്തിക റെസ്റ്റോറൻറ്റ്. പിന്നെ ഇവിടെ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഫുള്ള് ഫിഷ് ഐറ്റംസ് ആട്ടോ. പെണ്ണിനും ചെക്കനും ഓർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇന്ന് ഹോസ്റ്റലിൽ പോവാണ്. ഞങ്ങൾ മലപ്പുറത്തേക്കും പോവാണ്. റേനമാമിക്ക് സൗദിക്ക് ഈ 6-ാം തീയതി തിരിച്ചു പോവാട്ടോ.
അപ്പോൾ പെണ്ണിനും ചെക്കനും വേഗം പാർട്ടി കൊടുക്കുക, ഞങ്ങൾ കുറച്ച് പാർട്ടി തരിക, തിരിച്ചു വിടുക. അതാണ് ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ചെക്കനും പെണ്ണും വരട്ടെ, എന്നിട്ട് വാക്കി ആകണം. ചെക്കനും പെണ്ണും എത്തി. ഇതാണ് ഇജ്ജ് പറഞ്ഞ വണ്ടി. ഇത് കിയാ കാർണസാടി. ഈ വണ്ടി കൊടുത്ത് ഇതാണ് ചെക്കന് ചെക്കൻ്റെ വീട്ടുകാർ കൊടുത്ത വണ്ടി, അല്ല പെണ്ണിൻ്റെ വീട്ടുകാർ കൊടുത്ത വണ്ടി. വണ്ടിയുടെ ലുക്ക് ഇത് നമ്മളെ പുതിയ കുട്ടി കേട്ടോ. ആ പിന്നെ ഇതിനുള്ളിൽ സെലിബ്രിറ്റിന്റെ ഫോട്ടോ ഉണ്ട്, അതാരും മെയിൻ ചെയ്യണ്ട. സാലും വരട്ടെ, ചെക്കനും വരട്ടെ. സാലേ ഇവിടെ ആരും ക്യാമറമാരൊന്നുമില്ല, ഇവിടെ 2 വ്ളോഗർമാരും അത്രയുള്ളൂ. ഇറങ്ങി പോരെ. ഓ റേന ഹക്കീം യൂട്യൂബ് വ്ളോഗർ. ഓ പിന്നെ വേറെ ആരൊക്കെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ ഞാൻ അറിയണോല് പിന്നെ ആരും. ഞാൻ അറിയണത് അങ്ങനെ ഈ തെണ്ടുകളല്ലേ ഉള്ളൂ. ചെറുപ്പിള്ളേ നമുക്കറിയാം, ഇവനെ അറിയാം, ഇവന്റെ വീഡിയോസ് ഞാൻ കണ്ടില്ല. എന്തായാലും ഇവരെ കൂടെ വന്നാണ്, അത്രേ ഉള്ളൂ. ഓ മെയിൻ ടീം. ഓ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. സത്യം പറഞ്ഞാണ് മാമ എത്ര രൂപ കൊടുത്തു? എത്ര രൂപ കൊടുത്തു മാമ? മാമ മാമ എത്ര രൂപ കൊടുത്തു പെണ്ണുങ്ങളെ ഫോട്ടോ വെപ്പിച്ചാൻ വേണ്ടിട്ട്? ഞങ്ങള് ഷെബു എത്ര രൂപ എടുത്തു? സ്റ്റുഡിയോ കയറിയിട്ട് ഒരു ഫോട്ടോ എടുക്കാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഷെബു പോന്നപ്പോ സ്റ്റുഡിയോയിൽ കയറി ഫോട്ടോ എടുക്കാൻ പറഞ്ഞാട്ടോ. എലിച്ചിരിക്കണ്ട്. ഇതുപോലെ അയച്ചു കൊടുത്ത ഫോട്ടോ ആണല്ലോ. ഇത് അയച്ചു കൊടുത്ത ഫോട്ടോ അടി. എത്ര രൂപ എടുത്തു സത്യം പറയും? അടിപൊളി കേട്ടോ. ഇവിടെ ഞങ്ങൾ ഇന്ന് അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചാൻ ഇരുന്നിട്ട് എല്ലാവരും. സമയം ഇപ്പം എത്ര എനിക്കറിയോ? 3:02 കേട്ടോ. നല്ല ലേറ്റായി. യെസ് അമ്മ എന്താണ് കക്കയാണ്? കാണാവ. ഇവിടെ പോവല്ലേ ഞോല് തമ്മിൽ ഇനി എന്നാണ് കാണുകയെന്ന് അറിയാത്തതുകൊണ്ട് ഇല്ല സ്നേഹപ്രകടനം അവിടെ നടന്നത് ഇപ്പോൾ. കാരണം ഇവള് ചെന്നൈക്ക് പഠിക്കാൻ പോവാണ്, ഞങ്ങൾ സൗദിക്ക് പോവാണ്. ഞങ്ങൾ ഇനി ഇപ്പടുത്തൊന്നും കാണൂല. എന്താ വരിക? ഓള് മെയിൽ വരും അല്ലേ? ഞാൻ അന്നല്ലേ കാണുക. ഓ ആകെ ഉരുളത്തല്ലായാലോ പോടെ. ചെമ്മീനിക്ക് പറ്റൂലടി, ചെമ്മീനിക്ക് അലർജിയാണ്. കാക്കൂനോടുത്ത് ഷെബിനോടുത്തോ? ചെമ്മീനിക്ക് പറ്റൂല, അലർജിയാണ്. ഫുള്ള് ഫിഷ് ഫ്രൈ ആട്ടെന്ന്, ഫുള്ള് മത്തിത്തോര, മത്തി സാലേ. അപ്പൊ ഇനി മലപ്പുറത്തേക്ക് ടൂർ പോവാ. ഇനി നേരെ റേനമാമിന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് പോണം. അവിടെ പോയിട്ട് വേണം പോരാന്. ഓ മാമിയാ, ഓക്കെ ബൈ. കുട്ടിയിലാണ് കുട്ടി. റേനമാമിന്റെ ഉപ്പി ഉമ്മയാട്ടത്. നമ്മള് അവിടുന്ന് ഇറങ്ങിട്ടോ. നമ്മളിപ്പോ റേനമാമിന്റെ ഉമ്മാന്റെയും ഉപ്പാന്റെ അടുത്തും പോയി. പിന്നെ അങ്ങനെ നമ്മൾ അൻസർ മാമ ഷൂപ്പന്നെ എത്ര മുതൽ ഈ ലെഫ്റ്റ് അടി ഈ ലെഫ്റ്റ് അല്ലേ? ആ അൻസർ മാമ എന്ന് പറയുന്നത് നമ്മളിപ്പം സൗദിയിൽ ഉണ്ടായിരുന്ന ഫാമിലിയാണ്. പിന്നെ ഇപ്പൊ എക്സിറ്റ് അടിച്ച് നാട്ടിൽ പോകുന്നുണ്ട്. അങ്ങ് വീണ്ടും ഇപ്പൊ ഈ ജനുവരിയിലെ ഗൾഫ് കയറിനെ
തിരിച്ചിട്ട് ഗൾഫിൽ തന്നെ വരുന്നുണ്ട് 15-ാം തീയതി. ഇനിയിപ്പോ ഇവിടുന്ന് ചെന്നിട്ട് നേരെ മലപ്പുറത്തേക്ക് പോകണം. ഷെബുന് എത്ര വയസ്സ് മുതൽ എടുത്തിറക്കണേ ഹൻസറോമൊക്കെ? ജനിച്ച മുതൽ പിന്നെ കുറച്ച് കഴിഞ്ഞല്ലേ വന്നത്? കുറച്ച് കഴിഞ്ഞ്, അതായത് ചെറുപ്പം മുതലേ ഷെബുവിന്റെ ഒക്കെ കുട്ടിക്കാലത്ത് മുതലേ കാണൽ തുടങ്ങിയ ആൾക്കാരായിട്ട് നമ്മൾ സൗദിയിലൊക്കെ എല്ലാവരും ഒരുമിച്ചായിരുന്നു. കുറെ കാലം താമസിച്ചിട്ടുണ്ട്. ഒരുമിച്ച് അൻസറാമി ഷെബു ഒരുമിച്ചായിരുന്നു. ഒരുമിച്ച് റൂമിൽ താമസിച്ചിട്ടുണ്ട് നിങ്ങള്? അതിനുശേഷം കൂടുതൽ അൻസറാമി ഷെബു താമസിച്ചത്. അതായത് ഇത് ഷെബുവിന്റെ പഴയ കഥകളാണ്, അതൊക്കെ പിന്നെ പറയാം. അപ്പൊ ഏതായാലും നമ്മൾ അങ്ങനെ ഇനി വീട്ടിലേക്കാണ് പോണത്. പോകണം. അപ്പതാ പിന്നെ പോവാം. അപ്പൊ ഞങ്ങൾ പോകാണ്. ഇനി കൂടുതൽ യാത്ര ചെയ്യില്ല. മാമ കരിമീന് ഉണ്ടൊക്കെ അങ്ങനെ വരണ്ട്. ഇല്ല എടാ ഒന്ന് കേറടാ, പോരടാ, മതി വാ. ആ ചെറുതോ, ആ ചെറുതിനെ തരി. പോട്ടെ മുത്തേ, അടി അത് പോട്ടെ. വാ ആദ്യം എവിടെ ചിരിക്കണേ? കേറിക്കണേ, പോവാ. ആയുർവേദന എടുക്കണി പോണ വഴിക്ക് കുറെ പമ്പുകളുണ്ട്, അവിടെയൊക്കെ കേറാ. ഇല്ലേ ഓനപ്പോ ഞാൻ തൊളിച്ച് കയറ്റാണ്. കേറാ, എനിക്ക് വാവനെന്ന് കാണാം ചെല്ലുമ്പോ. അല്ല ഓനും പോവാൻ താല്പര്യമൊന്നുമില്ല. ആ പാവം. ഓ മുഷിലായി. കഴിഞ്ഞില്ല, ഒന്നും എടുത്തില്ലല്ലോ ഷെബുവാ. പോവാ. അല്ല അല്ല ഇവരൊക്കെ 6-ാം തീയതി വരും കേട്ടോ. ഇവരൊക്കെ 6-ാം തീയതി വരും. നിങ്ങളെന്നാ 6-ാം തീയതി വരൂലേ? അക്കിമമ്മ വരൂല? ആ 6-ാം തീയതി, ഞങ്ങളൊക്കെ 6-ാം തീയതി. ആ ഈ 6-ാം തീയതി ഒരൊക്കെ വരും. ഞങ്ങൾ 11-ാം തീയതി, ഇവര് 6-ാം തീയതി. ജനുവരി 6-ാം തീയതി കേട്ടോ. അപ്പൊ കുഞ്ഞാ ആ പോവാ. കണ്ണപ്പ ഇനി കണ്ണപ്പിനാണ് കാണാത്ത. കണ്ണപ്പ സ്റ്റെപ്പ് ഫാദർ. ഹോട്ടലിൽ നിന്ന് ഒച്ചി മൂളിട്ടിട്ടേ നീ യാത്രയല്ല. ഇപ്പൊ സമയം കണ്ടോ 6:02 ഞങ്ങള് അവിടെ മിക്കവാറും എത്തുമ്പോഴേക്കും 12, 2 മണി, 1 മണി, 2 മണിയൊക്കെ ആവും. കാരണം ഇവിടെ നല്ല ലോങ് ഡ്രൈവ് ഉണ്ട്. ഏതായാലും പോവാട്ടഞ്ഞു. പോട്ടെ പോട്ടെ പോട്ടെ, നമ്മളവിടുന്ന് കാണുമല്ലോ. ബൈ ബൈ. ഓ ഓക്കെ ഓക്കെ ബൈ ബൈ ടാറ്റ ബൈ ബൈ. സ്റ്റാർട്ടാക്കല്ലേ? അപ്പോൾ അതാ ഞങ്ങളിവിടെ കൊല്ലത്തുനിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഡോർ അടച്ചു. നമ്മളെ കാർബഡിലൊക്കെ കയറി സെറ്റായിട്ടോ. ഇനിയും ഓല് ഇനി അവിടെ എത്തിയിട്ട് നീച്ചോളൂ. ഓക്കെ അവിടെ കടന്നുറങ്ങും. അച്ചുണ്ടല്ലോ, അച്ചു മാനേജ് ചെയ്യും. ബുഗൂലം കെട്ടി ഫ്രണ്ടിക്കൊന്നും വീഴൂല. ഓക്കെ മാമി, അപ്പോൾ ഓക്കെ ബായ്. ഞങ്ങൾ റൈന മാമിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. 4-5 ദിവസം അടിപൊളിയായിരുന്നു. കാരണം നമ്മളിപ്പോൾ സൗദിയിൽ എത്തിയ മാതിരി പോലെ ഉപ്പിയുമ്മില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ഉപ്പിയുമ്മയും മാറി തന്നെയാണ്. ഞങ്ങൾ 2 അമ്മ അല്ല ഇവിടെ നല്ല അടിപൊളിയായിരുന്നു. കല്യാണം ഒക്കെ അടിച്ചു പൊളിച്ചു. ഇതപ്പോൾ ഞങ്ങൾ നേരെ മലപ്പുറത്തേക്കാണ് പോകുന്നത്. ശരിക്കും ചിലപ്പോൾ ഞങ്ങൾ മലപ്പുറത്ത് പോകില്ല. ഞങ്ങൾ ചിലപ്പോൾ ചാവക്കാട് ഷെബുവിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യൂല ഷെബു. കാരണം ഞങ്ങൾ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യേണ്ടത് കരുതി. കാരണം സമയം 6 മണിയായിട്ടോ, 6 മണിയായി. അപ്പൊ ഇനി ഇവിടുന്ന് കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മലപ്പുറത്ത് എത്തുമ്പോൾ 3-4 മണിയാവും ഇല്ല ഷെബുട്ടിയെ. അപ്പോൾ നമ്മൾ എന്ത് കരുതി, തൃശ്ശൂർ ഷെബുവിന്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് അവിടുന്ന് രാവിലെ എണീറ്റിട്ട് പോവാന്നില്ലേ? അങ്ങനല്ലേ കരുതിക്കണേ? അപ്പൊ സാഹചര്യത്തിനനുസരിച്ചിട്ട് എന്തായാലും നമ്മൾ തന്നെ ഇപ്പൊ കരുനാഗപ്പള്ളിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷെബു എന്താണ് അതിന്റെ പരിപാടി? എങ്ങനെ ഉണ്ടായിനി? രസം ഉണ്ടായിരുന്നു. മാമിന്റെ മിസ് ചെയ്യില്ലേ?
മിസ് ചെയ്യും. അവര് 6-ാം തീയതി സൗദിക്ക് വരും, ഞങ്ങൾ 11-ാം തീയതി ജനുവരി 11-ാം തീയതി ഞങ്ങൾ പോകും, ഓല 6-ാം തീയതി പോകും അല്ലേ. ഉമ്മയും ബാക്കിൽ പോലെ ഉമ്മി ഉപ്പി നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കാക്കു ചെന്നൈക്ക് എന്ന കൂടി മറ്റന്നാ ചെന്നൈക്ക് പോകും, ഓൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് എവിടെയാണോ ഒത്തുന്നത് അവിടെ തിരികണം അല്ലേ. ഓക്കെ ക്രിസ്മസ് ക്രിസ്മസ് ട്രീ സീനില്ലേ അടിപൊളി. ഓട്ടോ ടാക്സി ഡ്രോപ്പ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസിന്റെ. അടിപൊളി. എയർപോർട്ട് അല്ലേ, ലുലു ആണ്. ലുലു മാളാണ്. ഞങ്ങള് എറണാകുളത്ത് ലുലുവിൽ എത്തിട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 10:15 ഫുഡ് കഴിക്കണം. പിന്നെ നമ്മൾ അച്ചുവിന് ലുലുമാൾ കടി കൊടുക്കണം. അച്ചു ലുലുമാൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അച്ചു ഇതുമാതിരി ലുലുമാൾ കണ്ടിട്ടില്ല. അത് പിന്നെ ചെറുപ്പത്തിൽ പോന്നിക്കണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഞങ്ങൾ നേരെ മലപ്പുറത്തേക്ക് പോകുന്നില്ലല്ലോ ഷെബുവ. ഇന്ന് മലപ്പുറത്തേക്ക് പോകുന്നില്ല കേട്ടോ. ഞങ്ങൾ ഷെബുവിൻ്റെ വീട്ടിൽ തൃശ്ശൂർ താമസിച്ചിട്ട് നാളെ രാവിലെ മലപ്പുറത്തേക്ക് പോകണം കരുതിക്കണേ. പിന്നെ ലുലുമാളിൽ കയറാൻ പ്രത്യേകിച്ച് കാരണം ഷെബുവിന് എന്തൊക്കെ പർച്ചേസ് ചെയ്യണമെന്നാണ് അല്ലേ. അപ്പോൾ ഒക്കെ വാങ്ങണം. അപ്പോൾ ലിഫ്റ്റിക്ക് തേക്കാണ് ലുലു കയറിയതിന് മുന്നേ കേട്ടോ. അപ്പോൾ നേരെ ഉള്ളിലേക്ക്. അപ്പോൾ ഇതാ ഇഞ്ച കുട്ടി ഇതിനുള്ളിൽ കയറിയിട്ടോ. ഇതിനുള്ളിൽ സേഫാണ് കണ്ടോ. അവൻ അടിപൊളിയായിട്ട് ഇതിനുള്ളിൽ ഇരിക്കും. ഇതിട്ട് കഴിഞ്ഞാൽ എന്തരാം, നമ്മളെ കൈ കടയൂല്ല. സുഖമാണായിരുന്നു. ഓന് സുഖമാണ്, എനിക്കും സുഖമാണ്. എന്താ വാങ്ങിയില്ലേ? അടിപൊളി കേട്ടോ. 599 അല്ലേ. ഞങ്ങള് ആദൂനും ഹദീമിനും തിരിച്ചു പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് നോക്കാനല്ലേ പോവാം. ഇന്നൊരു സമയമല്ല, അപ്പൊ അതുകൂടെ ഒക്കെ നോക്കാൻ വേണ്ടി കയറിയതാണ്. ഇതാണ് എന്റെ സെക്ഷൻ, ഷെബുവിന്റെ സെക്ഷൻ. എവിടെ ചെന്നാലും ഇതിലേതെങ്കിലും എടുക്കണം. മിൽക്ക് പൗഡറിന്റെ ആണോ? ഞങ്ങൾ ലുലുന്ന് ഇറങ്ങിട്ടോ. ഞങ്ങൾ ലുലുന്നാണ് ഫുഡ് കഴിക്കണമെന്ന് കരുതിയിരുന്നത്. പക്ഷേ ലുലുവിൽ 11 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്തില്ലോ ഷെബു. 11 മണിയാകുമ്പോൾ എന്താ ഫുഡും കാര്യങ്ങളൊന്നും തരില്ല എന്ന് പറഞ്ഞു. അത് തരില്ലെന്നല്ല, ക്ലോസ് ചെയ്തു. പിന്നെ അപ്പോൾ നമ്മൾ ഇനി ഇതാക്കണേ, കുട്ടികൾക്കൊക്കെ ചിക്കൻ കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലുലുവിൽ കയറി ചെയ്തത്. ഷെബുവിന് ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. കാരണം ആദ്യനും അതിമൂനൊക്കെ ഡ്രസ്സ് എടുക്കണം. ഞങ്ങൾ ഇനി തിരിച്ചു പോകല്ലേ. അപ്പോൾ അവർക്ക് തിരിച്ചു പോകുമ്പോൾ ഇടാൻ ഡ്രസ്സ് വേണമെന്ന് ഇതിൽ പർച്ചേസ് ചെയ്യാൻ കരുതിയിരുന്നു. പക്ഷേ അത് കിട്ടിയില്ല എൻ്റെ കുട്ടിയെ. പിന്നെന്താ പിന്നെ ഇപ്പൊ നമ്മള് നേരെ ഇതാക്കണ അങ്കമാലിക്കാണ് പോണത്. അങ്കമാലിയില് എന്താ ചിക്കിങ് 4 o'clock വരണ്ട് അല്ലേ. 4 AM വരണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് കഴിക്കാന്ന് കരുതി. ഞങ്ങളിതാ ലാസ്റ്റ് പറഞ്ഞ് KFC എത്തിട്ടോ. ചിക്കിങ്ങിൽ പോയപ്പോ എന്താ ഷബു പറഞ്ഞേ? ചിക്കിങ്ങില് റെഗുലറേ ഉള്ളൂ, സ്പൈസി ഒന്നുമില്ല അല്ലേ. അപ്പൊ പിന്നെ ഷെബുവിന് സ്പൈസി ബ്രോസ്റ്റഡ് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ അപ്പുറത്തേക്ക് KFC ചിക്കൻ KFC ഒരുമിച്ച് കിടക്കുക കേട്ടോ. ഞങ്ങളിപ്പോൾ അങ്കമാലിയിലാണ്. അപ്പോൾ പിന്നെ ഇവനക്ക് ബ്രോസ്റ്റഡ് വേണം, മസ്റ്റാ. അവന് വേറെ ഒന്നും വേണ്ട, അവന് ബ്രോസ്റ്റഡ് മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കരുതി പിന്നെ നമ്മൾ ബ്രോസ്റ്റഡ് കഴിക്കാന്നില്ല ചെപ്പോ. വന്നവനെ കൈ പറഞ്ഞത് അവന് കൊടുത്തത്. ഇരുന്ന് കഴിക്കും. കോള ലാസ്റ്റ് കേട്ടോ.